ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 273. നമ്മൾ 59ാമത്തെ ഉപനിഷത്താണ് നോക്കുന്നത്, തൈത്തിരീയ ഉപനിഷത്ത്. അതിലെ ശിക്ഷാവലിയിൽ അവസാനത്തെ അനുഭാഗം 12ആണ്. അപ്പോൾ അത് ഭഗവാനെയെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന മാതിരിയാണുള്ളത്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ശിക്ഷാവലിയുടെ അവസാനത്തിലെ ആ പരമാത്മാവിനെ സ്തുതിക്കുകയാണ്. ഏത് പരമാത്മാവിനെ? മൂന്നായി തിരിച്ചിട്ടുണ്ട്: ആദിഭൗതികം, ആധ്യാത്മികം, ആദിഭൗതികം. ഈ മൂന്ന് ശക്തികളുടെ രൂപത്തിൽ. അപ്പോൾ പരമാത്മാവ് മൂന്ന് രൂപത്തിലാണ് വന്നത്: ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം. ഈ മൂന്ന് രൂപത്തിൽ വന്നിട്ടുണ്ട്. ശക്തിയുടെ രൂപത്തിലും അവയുടെ അധിഷ്ഠാന ദേവതകളായ, എല്ലാത്തിനും ഓരോ ദേവതകളുണ്ട്. അതിൻ്റെ കാരകത്വം ചിലതിന് കൊടുത്തിട്ടുണ്ട്. ആ ദേവതകളിൽ പെടുന്നതാണ് മിത്രൻ, വരുണൻ മുതലായവ. അവയായി വന്നതും ആര് തന്നെയാണ്? ഈ ശക്തി തന്നെയാണ്. അപ്പം അവയുടെ ദേവതകളുടെ രൂപത്തിൽ യാതൊരു വന്നിട്ട്, അപ്പം അവൻ മൂന്ന് രൂപത്തിൽ വന്ന് അവയുടെ ദേവതകളായിട്ട്, പല ദേവതകളായിട്ട് വന്ന് എല്ലാം വന്നിരിക്കുന്ന അവനാണ്. ഈ പ്രമോദായിട്ട് വന്നതും അവൻ തന്നെയാണ്. എല്ലാറ്റിൻ്റെയും അന്തരാമിയായിട്ട് അവൻ ഇരിക്കുന്നുണ്ട്. കാരണം എല്ലാത്തിൻ്റെ ഉള്ളിലുള്ളത് അത് തന്നെയാണ്. സ്വർണത്തിൽ നിന്നാണ് എല്ലാ വളയും ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ വളയും സ്വർണം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ, പക്ഷെ സ്വർണത്തിൽ നിന്ന് വളയുണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് മാറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടായി തീരുന്നുണ്ട്. ഇതങ്ങനെ മാറ്റുന്നില്ല, അത് തന്നെ വളയായി മാറുകയാണ്. സ്വർണം തന്നെ ഒരു മൂലക്ക് ഒരു വളയായി മാറുന്നു, സ്വർണത്തിൻ്റെ ഒരു മൂലക്ക് ഒരു കമ്മലായിട്ട് മാറുന്നു, വേർപെടുന്നില്ല. അപ്പം അത് ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയാണ് ഇതുണ്ടായിരിക്കുന്ന പ്രപഞ്ചം. അപ്പം ഞാനും ബ്രഹ്മം തന്നെയാണ്. എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇവിടെ ഒരു കുരു വന്നു കഴിഞ്ഞാൽ കുരുവായിട്ട് വരുന്നു. ഇവിടെ ഒരു ഉരുണ്ട കുരു, ഇവിടെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കുരു. എല്ലാം തന്നെയാണ്, ഞാൻ തന്നെയാണ്. വേർപെട്ടിട്ടില്ല. വേർപെടുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ബ്രഹ്മത്തിൽ തന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കുക. അപ്പം എല്ലാത്തിലും അത് തന്നെയാണ് അപ്പോൾ ഉള്ളത്. അന്തരാമിയായിരിക്കുന്നവനും ആയ ആ പരമേശ്വരൻ എല്ലാ പ്രകാരത്തിലും നമുക്ക് കല്യാണകാരിയാണ്. അത് നമ്മളായി തീർന്നു കഴിഞ്ഞാൽ നമ്മളെ ഉത്തരവാദിത്വം നോക്കേണ്ട അത് തന്നെയാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹം തന്നെ നമ്മളെ കാര്യം നോക്കുന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഞാനിപ്പോൾ ഈ വേഷത്തിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു വേറെ തുണിയെല്ലാം എടുത്തിട്ട് വേറൊരു തലയെല്ലാം മൂടി വന്നു കഴിഞ്ഞാലും അത് ഞാൻ തന്നെയല്ലേ. ആ രൂപത്തിലും എൻ്റെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്തം ഇറക്കി തന്നെയാണ്, എനിക്ക് തന്നെയാണ്. ഇങ്ങനെ തുണിയെല്ലാം മൂടി വരുമ്പോൾ ഒരു തീ വരികയാണെങ്കിൽ ഞാനങ്ങ് മാറും. കാരണം എന്തുകൊണ്ട്? അതിൻ്റെ അത് ഞാൻ തന്നെയുള്ളത്. അതുമാതിരി ബ്രഹ്മം തന്നെയാണ് നമ്മളായി മാറിയത്. അപ്പം നമ്മളെ കാര്യം നോക്കുന്നതും നമ്മൾ ബ്രഹ്മം തന്നെയാണ്. അപ്പം ബ്രഹ്മത്തിൻ്റെ കാര്യം നോക്കിക്കോളും. അതുകൊണ്ട് എല്ലാം കല്യാണക്കാരിയായി ഭവിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം നല്ല നിലയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇനി അത് തന്നെയാണ് വായുവിൻ്റെ രൂപത്തിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് വായുവിൻ്റെ രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനായി മാറിയത് ബ്രഹ്മമായതുകൊണ്ട് പരമേശ്വരൻ്റെ രൂപത്തിൽ പ്രാർത്ഥിച്ചിട്ട്, ജീവജാലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു പ്രാണനുണ്ട്. എന്നാൽ പിന്നെ ആ പ്രാണന് ആര് തന്നെയാണ്? വായുവാണ്. വായു ആരാണ്? ആ സിഗ്നൽ സിസ്റ്റം ആരാണ്? ബ്രഹ്മം തന്നെയാണ്. അപ്പം വായുവിൻ്റെ രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തിമാനായി എല്ലാ ജീവികളുടെയും ഉള്ളിൽ പ്രാണരൂപത്തിൽ വസിക്കുന്ന പരമേശ്വര, അങ്ങേ നമസ്കരിക്കുന്നു. അങ്ങ് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും പ്രാണനായിട്ടിരിക്കുന്നത്. നമ്മുടെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണൻ, ശ്വാസം എന്ന പ്രാണൻ, ഇതെല്ലാം അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങേ ആ രൂപത്തിലും
നമസ്കരിക്കുന്നു. ആ പ്രാണരൂപം അതുകൊണ്ട് പ്രത്യക്ഷമായ ബ്രഹ്മം തന്നെയാകുന്നു. അതുകൊണ്ട് ആ പ്രാണനെ എന്തായിട്ട് നമുക്ക് കാണാം? നമുക്ക് കാണാൻ പറ്റുന്ന ബ്രഹ്മം തന്നെയാണ് ആ പ്രാണൻ. നമ്മളെ പ്രാണൻ എന്നത് ബ്രഹ്മം തന്നെയാണ്. പക്ഷെ പ്രത്യക്ഷമായ ബ്രഹ്മം, അതായത് നമ്മളെല്ലാം പ്രത്യക്ഷമായ ബ്രഹ്മമാണ്. യഥാർത്ഥ ബ്രഹ്മത്തിന് രൂപവും ഭാവമൊന്നുമില്ല. പക്ഷെ അത് നമ്മളായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പം നമ്മളെ ബ്രഹ്മമായിട്ട് തന്നെ കാണുക, പ്രാണനെയും ബ്രഹ്മമായിട്ട് കാണുക. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം പ്രത്യക്ഷ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ഈ കാണുന്നതിനെല്ലാം നമുക്ക് എന്ത് തന്നെ വിളിക്കാം? പ്രത്യക്ഷ ബ്രഹ്മം എന്ന് വിളിക്കാം. പ്രത്യക്ഷവും അപ്രത്യക്ഷവും. അപ്രത്യക്ഷമായ ബ്രഹ്മത്തിന് രൂപവും ഭാവമൊന്നുമില്ല, അതങ്ങനെ നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് വരും. അതാണ് പ്രത്യക്ഷ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. കൂടാതെ ഋതം എന്ന നാമത്തിലും വിളിക്കുന്നു. ഋതം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും നിയമം. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള നിയമങ്ങൾ, അത് സയൻസാണ്, അത് ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെയാണ് ഋതം എന്ന് പറയുന്നത്. അപ്പോൾ ഋതം എന്ന നിലയിൽ നമ്മൾ അങ്ങേ ബ്രഹ്മമായിട്ട് കാണുകയാണ്. അതായത് അതിൻ്റെ പിന്നിലുള്ള ഈ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ഉണ്ടല്ലോ. സയൻസിലൂടെയല്ലേ പ്രപഞ്ചം ഉണ്ടാകാൻ പറ്റും. ആ ജ്ഞാനം, ആ നിയമങ്ങൾ, അതാണ് ഋതം. അതിൽ നിന്നാണ് ഋഗ്വേദം ഉണ്ടായത്. അത് തന്നെയാണ് വേദം, അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് ബ്രഹ്മം. അപ്പോൾ അതിനെ ഋതം എന്ന നിലയിലും വിളിക്കുന്നു. സത്യം എന്ന പേരിലും ഞാൻ വിളിക്കുന്നു അങ്ങേ. സത്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അതെന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് സത്യം. സത്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, ബ്രഹ്മം. ബ്രഹ്മം എന്തെല്ലോ ചെയ്തു കൂട്ടുന്നുണ്ട്, അതാണ് സത്യം. അല്ലാതെ നമ്മൾ തീരുമാനിക്കുന്നതൊന്നുമല്ല സത്യവും ധർമ്മവും. ലോകം ഇങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ അതാണ് സത്യം. ഒരു കാലത്ത് കൗരവരെ വളർത്തിക്കൊണ്ടുവന്നു, അത് സത്യമാണ്. വേറൊരു കാലം വന്നുമ്പോൾ ഇമ്മാർ ആവശ്യമില്ല, അടിച്ച് ശരിയാക്കി. പിന്നെ പുതിയ ആൾക്കാരെ സ്വീകരിച്ചു, അതാണ് സത്യം. അപ്പം അതെന്താണോ സ്വീകരിക്കുന്നത് അതാണ് സത്യം. അതുകൊണ്ട് കാലം എങ്ങോട്ടേക്കാണോ പോകുന്നത് അതാണ് സത്യം. കാലത്തെ നയിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി ആ ബ്രഹ്മമാണ്. അപ്പം ബ്രഹ്മം എന്താണോ എങ്ങനെയാണോ പോകുന്നത് അതാണ് സത്യം. അല്ലാതെ സത്യമൊന്നും നമുക്ക് തീരുമാനിക്കുന്ന സത്യം വേറെ. ശരിയായ സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ഇങ്ങനെയല്ല എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട്, അത് തന്നെ സത്യം. ആ കാട്ടിക്കൂട്ടുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കണ്ട, അത് സത്യം തന്നെയാണ്. അതിനെ ശരിയായിട്ട് കണ്ടുകൊള്ളുക. കാരണം സത്യത്തിൻ്റെ അധിഷ്ഠാന ദേവത അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് സത്യം ശരിയും തെറ്റും എല്ലാം തീരുമാനിക്കുന്നത്. അങ്ങ് തീരുമാനിക്കുന്ന വഴി തന്നെ, പിന്നെ അതിൽ ചോദ്യമൊന്നുമില്ല. അതുകൊണ്ട് അന്തരാമിയായ അങ്ങയോട് പറയുകയാണ്, എനിക്ക് സദാചാരബോധം ഉണ്ടാക്കണം. സത്യഭാഷണം, ഞാൻ പറയുന്നതല്ല സത്യമായിരിക്കണം, സത്യമാണല്ലോ അങ്ങ്. അപ്പം അങ്ങക്ക് എന്താണോ തോന്നുന്നത് അത് എൻ്റെ വായിൽ നിന്ന് വരണം. സദാചാരം, അങ്ങ് നിശ്ചയിക്കുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കണം. അതിനുള്ള വിദ്യ എനിക്ക് നേടണം. ഈ സത്യമെല്ലാം തിരിച്ചറിയാനുള്ള വിദ്യ നേടണം. അപ്പോൾ എല്ലാ ജ്ഞാനവും നേടിക്കഴിഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ശക്തിയാൽ എൻ്റെ മരണമാകുന്ന സംസാര ചക്രത്തിൽ നിന്നും എന്നെ രക്ഷിക്കുക. അങ്ങനെ എനിക്ക് ബുദ്ധി തന്ന് ശിഷ്യൻ പറയുകയാണ്, ഗുരുവും ശിഷ്യനുമാണ് ഇവിടെ, ശിക്ഷാവില്യല്ലേ. അപ്പം ശിഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അങ്ങയുടെ സദാചാരബോധം, അങ്ങ് തീരുമാനിക്കുന്ന സദാചാരം, അല്ലാതെ നമ്മൾ തീരുമാനിക്കുന്നു. നമുക്കൊരു സദാചാരം ഉണ്ടാവും. അമേരിക്കക്കാരന് വേറെ സദാചാരമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾക്ക് നമുക്ക് ശരി തോന്നുന്നു, അവന് തെറ്റായിരിക്കും. അതൊന്നും അല്ല ശരിയായി. കാലം എന്താണോ തീരുമാനിക്കുന്നത്, ആ ബ്രഹ്മം എന്താണോ തീരുമാനിക്കുന്നത്, ആ സദാചാരവും സത്യഭാഷണവും അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതാണ് സത്യം. അദ്ദേഹം തീരുമാനിക്കുന്നത് ആ സത്യഭാഷണവും അദ്ദേഹത്തിൻ്റെ വേദജ്ഞാനവും അതിൻ്റെ എല്ലാം ശക്തി എനിക്ക് നൽകിയിട്ട് എന്നെ ജനനമരണ സംസാര ചക്രത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് ശിഷ്യൻ അപേക്ഷിക്കുകയാണ്. എന്നിട്ട് ശിഷ്യൻ ഒന്നും കൂടി അപേക്ഷിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ആചാര്യന് ഗുരുവിന് ഇന്നത് കൊടുക്കണമെന്ന് ശിഷ്യൻ ഉപദേശിക്കുക.
അതുപോലെ എൻ്റെ ആചാര്യന് എല്ലാ ഉപദേശങ്ങളും നൽകി. അതുകൊണ്ട് എൻ്റെ ആചാര്യന് അങ്ങാണ് ഉപദേശം നൽകേണ്ടത്. എന്നിട്ട് എല്ലായിടവും ആ സത്യത്തെ പ്രചരിപ്പിക്കുവാനുള്ള ശക്തി അങ്ങേക്ക് പ്രദാനം ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് അങ്ങോട്ട് പറയുകയാണ്. അപ്പം നമ്മളും ഗുരു അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കളിപ്പാട്ടം മാത്രം. ആരുടെ കളിപ്പാട്ടം എന്ന് പറയേണ്ട അദ്ദേഹം തന്നെയാണ് നമ്മൾ. പിന്നെന്താണ് കളിപ്പാട്ടം എങ്ങനെയാണ് പറയുക? അങ്ങേര് തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ ഗുരുവിനെ എന്ത് ചെയ്യണം? എന്നെ രക്ഷിക്കണം. ജനന മരത്തിനെത്തുന്ന സംസാര ചക്രത്തിൽ നിന്ന് മറികടക്കണം. അതായത് മോക്ഷം തരണം. ഗുരുവിനെ പഠിപ്പിച്ച് നടക്കട്ടെ കുറേ കാലം. നാട് കറത്തും പോയിട്ട് ഗുരുവിനെ പഠിപ്പിച്ച് നടക്കാനുള്ള സത്യപ്രഭാഷണം നടത്താൻ. അല്ലാതെ നമ്മളിന്ന് പറയുന്ന വേദത്തിനുള്ളിൽ ഒന്നല്ല പാടി നടക്കുന്നത്, വായിക്ക് തോന്നുന്ന പാടി നടക്കുകയാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഓരോന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കും, ഇന്നെന്ത് തട്ടി വിടണമെന്ന്. എന്നിട്ട് രാവിലെ വന്നിട്ട് തട്ടി വിടും, എന്നിട്ട് അപ്ലോഡ് ചെയ്യും. ഇതാണ് പരിപാടി. രാത്രി ഇരുന്നിട്ട് ആലോചിക്കും ഒറ്റക്കിരിക്കുമ്പോൾ, ഇനി എന്തെല്ലാം തട്ടി വിടണം. വേദമായിട്ട് ഒരു ബന്ധവുമില്ല, വേദമായിട്ടുമില്ല, വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അംഗങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, ജ്യോതിഷമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു യുഗമായിട്ട് ഒരു ബന്ധവുമില്ല. സ്മൃതികൾ അതെല്ലാം സ്മൃതികളാണ്. പക്ഷെ വേദങ്ങൾ മുഴുവൻ ശ്രുതികളാണ്. ശ്രുതികളായിട്ട് ഒരു ബന്ധമില്ല. അവരവരൊക്കെ വായിക്ക് തോന്നുന്നു ഓരോന്ന് വെച്ച് തട്ടിവിടും. അപ്പം അങ്ങനത്തെ ആചാരനാകരുത്. അതുപോലെ എൻ്റെ ആചാര്യന് ഉപദേശം നൽകണം. ഇങ്ങനെയല്ലേ നീ പറയാൻ പാടുള്ളൂ, വേദത്തിലുള്ള സത്യങ്ങളെ പറയാൻ പാടുള്ളൂ. എല്ലാ ഉപദേശങ്ങളും നൽകി എല്ലായിടവും സത്യത്തെ പ്രചരിപ്പിക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്ത്, അദ്ദേഹത്തിന് ശക്തിയും പ്രദാനം ചെയ്തിട്ട് അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് ശിഷ്യൻ ആവശ്യപ്പെടുകയാണ്. ആരോട്? ബ്രഹ്മത്തോട്. കാരണം ബ്രഹ്മം, ഗുരു ബ്രഹ്മം തന്നെ, ശിഷ്യനും ബ്രഹ്മം തന്നെ. പിന്നെ അത് ആവശ്യപ്പെടുന്നതിന് എനിക്കും വേണ്ടിയിട്ട് ആർക്കും വേണ്ടിയിട്ടും ആവശ്യപ്പെടാം. കാരണം ഞാനും ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ. എന്നിട്ട് അവസാനം എന്ത് പറയണം? ശാന്തി ശാന്തി ശാന്തി. എന്താണ് ഈ ശാന്തി 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 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ആദിബൗദ്ധികം, ആദി ദൈവികം, ആധ്യാത്മികം. ഈ മൂന്നായിട്ടാണ് തിരിഞ്ഞിരുന്നത്. ഇതിൻ്റെ മൂലമുണ്ടാകുന്ന വിഘ്നങ്ങളിൽ നിന്നും എല്ലാം എന്നെ മോചിപ്പിച്ചിട്ട് എനിക്ക് ശാന്തി നൽകണേ എന്നാണ്. ഈ മൂന്നിൽ നിന്നും, ആദിബൗദ്ധികം, ആധ്യാത്മികം, ആദിദൈവികം, ഈ മൂന്ന് തരത്തിലാണ് ലോകമുള്ളത്. ഈ മൂന്ന് ലോകത്തിൽ നിന്നാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുന്നേ മോക്ഷമാക്കിയിട്ട് ശാന്തി നൽകണേ എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മസാക്ഷാത്കാരം നൽകണമെന്ന് തന്നെയാണ്. എൻ്റെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ശിക്ഷാവലി അവസാനിക്കുന്നു.